ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ഥ്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. ഫിലിപ്പി 4:8. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ഥ്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് ചിന്തിക്കേണ്ടത് എന്ന പഠന പരമ്പരയുടെ 4-ാം ഭാഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ വചനവിചിന്തനത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് ചിന്തിക്കേണ്ടത്? എന്ത് ചിന്തിച്ചാലാണ് നമുക്ക് സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ, സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയുടെ ചിന്താ ജീവിതം, ഇതാണ് നമ്മുടെ പഠന വിഷയം. നമ്മൾ ആദ്യം പഠിച്ചത് സത്യമായതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. രണ്ടാമത് വിചിന്തനം ചെയ്തത് വന്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നതാണ്. മൂന്നാമതായി നമ്മൾ പഠിച്ചത് നീതിയുക്തമായ കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ്. ഇന്ന് 4-ാമതായി നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായതിനെക്കുറിച്ച്, വിശുദ്ധമായതിനെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം എന്ന വിഷയമാണ്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് വിശുദ്ധിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. 1 തെസ്സലോനിയൻസ് 4:3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധരായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില തീരുമാനങ്ങളിൽ പലപ്പോഴും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഏതാണ് എന്ന് അന്വേഷിക്കാറുണ്ട്.
പഠിക്കാൻ പോകുന്നതിന്, ഒരു രാജ്യത്ത് ജോലിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്ത് പഠിക്കാനൊക്കെ പോകുമ്പോൾ കർത്താവ് ഇവിടെ പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ജോലി തിരഞ്ഞെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഏത് കോഴ്സ് പഠിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മെസ്സേജ് എടുക്കാറുണ്ട്, മെസ്സേജ് ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതി, നമ്മൾ ഇനി വേറൊരു മെസ്സേജ് എടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഈ കാര്യത്തിൽ കർത്താവ് ഒരു വെളിപാട് തന്നിരിക്കുകയാണ്. ദൈവം നമ്മെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കറയും കളങ്കവുമില്ലാത്തവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കണ്ണിൻ്റെ അശുദ്ധിയില്ലാത്തവർ ആയിരിക്കണമെന്ന്, ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ സ്ലീഹ പറയുകയാണ് എത്രമാത്രം നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന്. 1 പത്രോസ് 1:14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവം എത്രമാത്രം പരിശുദ്ധനായിരിക്കുന്നു, അതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരും, വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും പരിശുദ്ധിയിൽ, വിശുദ്ധിയിൽ, മാന്യതയിൽ കഴിയണമെന്ന്, ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ, ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ, ആത്മാവിൻ്റെ വിശുദ്ധിയിൽ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി എന്നാൽ ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെടുക എന്നാണ് അർത്ഥം. പരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. പരിശുദ്ധി, വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ് നമ്മുടെ വിശുദ്ധി. രണ്ടാമതായി, വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയാണ്. ഒരു അൾത്താര എങ്ങനെയാണ്, ഒരു ബലിപീഠം അതൊരു മേശയാണ്. ഈ മേശ എങ്ങനെയാണ് ഒരു ഹോളി ടേബിളായിട്ട് മാറുന്നത്, ഒരു പരിശുദ്ധമായ വസ്തുവായിട്ട് മാറുന്നത്? ആ ടേബിൾ നമ്മൾ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ്. അൾത്താരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളത് കൊണ്ടല്ല, അത് പണിയുന്ന ആശാരിക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളത് കൊണ്ടല്ല അത് പരിശുദ്ധമാകുന്നത്. അൾത്താരയിൽ വിരിക്കുന്ന തുണി അത് ഹോളി ക്ലോത്തായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അത് ഈ അൾത്താരയ്ക്ക് വേണ്ടി, പരിശുദ്ധമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് അത് ഹോളിയായിട്ട് മാറുന്നത്. അൾത്താരയിൽ ഉപയോഗിക്കുന്ന, പള്ളിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഹോളി ആർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്, പരിശുദ്ധമായ വസ്തുക്കൾ. ഇതൊക്കെ പരിശുദ്ധമായി മാറുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് പരിശുദ്ധനായി മാറുന്നത്? അയാൾ ഒരു സന്യാസിയാകാം, ഒരു സമർപ്പിതനാകാം, ഒരു സമർപ്പിതയാകാം. മാറ്റിവെക്കപ്പെടുകയാണ്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതത്തെയാണ് വിശുദ്ധമായ ജീവിതം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ വിശുദ്ധിക്ക് 3 തലങ്ങളുണ്ട്. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മൾ വിളിക്കപ്പെട്ട അവസ്ഥയിൽ വിശുദ്ധരായിരിക്കുന്ന അവസ്ഥ. കൊരിന്ത്യർക്കുള്ള ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ
ഇത് വായിക്കുന്നവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും വേണ്ടി എന്ന്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ, അതായത് മാമോദീസ സ്വീകരിച്ചവരെയാണ് വിശുദ്ധരായവർ എന്ന് പറയുന്നത്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് കരുതി നമ്മൾ വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്തുന്നില്ല. അത് ഒരു പൊസിഷണലായിരിക്കുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനാണ്, വിശുദ്ധിയുടെ ഒരു വളർച്ചയാണ്. നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റവരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വളർച്ചയുടെ തലമുണ്ട്. ഒരു ഉദാഹരണം ബൈബിളിൽ നമുക്ക് ധ്യാനിക്കാവുന്നത് ജോബിൻ്റെ ഉദാഹരണമാണ്. ജോബിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ ജോബിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ നീതിമാനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു എന്നാണ്. പക്ഷേ ജോബിന് വന്ന സഹനങ്ങൾ, ജോബിനുണ്ടായ പ്രതിസന്ധികൾ, അതെല്ലാം ജോബിന് കിട്ടിയ ദൈവത്തിൻ്റെ പിന്നീടുള്ള തുടർന്നുള്ള വെളിപാടുകളിലൂടെ എല്ലാം ജോബ് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരുകയാണ്. നമുക്കെല്ലാവർക്കും ഈ ഒരു വളർച്ചയുടെ ആവശ്യമുണ്ട്. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നമുക്ക് ഇനിയും വിശ്വാസത്തിൽ വളരാനുണ്ട്. നമുക്ക് ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ട്, പരസ്നേഹമുണ്ട്. ഈ സ്നേഹത്തിൽ നമ്മൾ വളരാനുണ്ട്. നമുക്ക് പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശയിൽ ഇനി വീണ്ടും ആഴപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു നല്ല അളവിൽ ഒരുപക്ഷെ നമുക്ക് വിശുദ്ധി ഉണ്ടാകാം, പക്ഷേ ഈ വിശുദ്ധിയിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ, ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ വിശുദ്ധിയിൽ നമ്മൾ ആഴപ്പെടുകയാണ്. മൂന്നാമതായി പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും, വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. അവിടുന്നായിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധനാക്കുന്നു. ഈ പ്രത്യാശയുള്ളവൻ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധനാക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിശുദ്ധിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധി. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അടുത്തതായി വിശുദ്ധിയെക്കുറിച്ചുള്ള, പരിശുദ്ധമായതിനെക്കുറിച്ചുള്ള അടുത്തൊരു ചിന്ത, പരിശുദ്ധി എന്നാൽ ലൈംഗികമായ അധാർമികതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ എന്നതിനേക്കാൾ ലൈംഗികമായ അധാർമികതകൾ വർദ്ധിച്ചു വരികയും അതിനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സർവേ പറയുന്നത് 14 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള 70% ആളുകൾ, കുട്ടികൾ പോർണോഗ്രഫി സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നു എന്നാണ്. അശ്ലീലതയിലേക്ക്, തിന്മയിലേക്ക് എളുപ്പത്തിൽ വീഴാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. വചനം പറയുന്നു, ലൈംഗികമായിട്ടുള്ള എല്ലാ അധാർമികതകളിൽ നിന്നും, വിവാഹ ജീവിതത്തിന് പുറത്തുള്ള എല്ലാ തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും, പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഹോളിനെസ് മീൻസ് അബ്സ്റ്റെയിനിങ് ഫ്രം സെക്ഷൽ ഇമ്മൊറാലിറ്റി. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. എഫേസ്യസ് 3 മുതൽ 5 വരെ: നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും
അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെ അശുദ്ധിയുടെ പേര് പോലും കേൾക്കരുത്. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങളാണ് കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്തതയെയും വിശുദ്ധിയെയും തകർക്കുന്ന എത്രയോ പ്രവർത്തികളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ദുരുപയോഗം വഴി കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുണ്ട്. അശുദ്ധമായ സംഭാഷണങ്ങൾ, ചാറ്റിങ്ങുകൾ, മോശമായ രീതിയിലുള്ള വീഡിയോ കോളുകൾ, അങ്ങനെ തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തോട് വീണ്ടും വചനം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും പേര് പോലും കേൾക്കരുത്. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും നമുക്ക് യോജിച്ചതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യുന്നവർ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധിക്കെതിരെ പാപം ചെയ്യുന്ന മനുഷ്യർ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് തന്നെ കളങ്കം വരുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന പാപം, ശരീരത്തിൻ്റെ വിശുദ്ധിക്കെതിരെ ചെയ്യുന്ന പാപം, അത് ദൈവനാമത്തിന് കളങ്കം വരുത്തുന്നു. 2 സാമുവൽ 12:14. ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ബത്ശേബയുമായി പാപം ചെയ്ത ദാവീദിനോട് നാത്താൻ പറയുകയാണ്, ഈ പ്രവൃത്തി കൊണ്ട്, ഈ വ്യഭിചാരമെന്ന പ്രവൃത്തി കൊണ്ട് നീ ദൈവത്തെ അവഹേളിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നവർ ദൈവത്തെ അവഹേളിക്കുകയാണ്. സെക്ഷൽ സിൻ ഹർട്സ് ഗോഡ്സ് നെയിം. ദൈവത്തിൻ്റെ നാമത്തിന് അത് കളങ്കം കൊണ്ടുവരുന്നു. രണ്ടാമതായി, ലൈംഗികമായിട്ടുള്ള പാപങ്ങൾ തന്നെ അത് അശുദ്ധമാക്കുന്നു, തന്നെ മുറിവേൽപ്പിക്കുന്നു. മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ്. പക്ഷേ വ്യഭിചാരമെന്ന പാപം മൂലം ഒരുവൻ തനിക്കെതിരായി തന്നെ പാപം ചെയ്യുന്നുവെന്ന് 1 കൊറിന്തോസ് 6:18 പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊറിന്തോസ് 6:18. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലൈംഗികമായിട്ടുള്ള തിന്മകൾ മറ്റനേകം പേരെ മുറിവേൽപ്പിക്കുന്നു. മറ്റനേകം പേരുടെ കുടുംബത്തെയും മറ്റനേകം പേരുടെ ബന്ധങ്ങളെയും തകർക്കുന്നുണ്ട് ഒരാളുടെ പാപമെന്ന് പറയുന്നത്. പരിശുദ്ധമായതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. എങ്ങനെ എനിക്ക് വിശുദ്ധിയിൽ വളരാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. പരിശുദ്ധിയെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ലൈംഗിക പാപങ്ങൾ, അശുദ്ധികൾ എനിക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കൊണ്ടുവരും എന്നത്. God will bring judgment on those who are sexually impure. ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം പറയുകയാണ്, ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ,
കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ മണവറ, നിങ്ങളുടെ കുടുംബജീവിതം അത് മലിനമാകാതിരിക്കട്ടെ എന്ന് വചനം ആശംസിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ വിശുദ്ധീകരിക്കാമെന്ന്, നമ്മിലുള്ള കളങ്കങ്ങൾ, കറകൾ എടുത്തു മാറ്റാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 25-ാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കും, പാപത്തിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരും, അവ നിങ്ങളിൽ നിന്ന് ഞാൻ ഉന്മൂലനം ചെയ്യും. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മെ വിശുദ്ധീകരിക്കാൻ വരുന്ന ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവേ, നിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ജലം എൻ്റെ മേൽ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സെഫനിയായുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം: കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. കർത്താവ് നമ്മുടെ അധരത്തെ ശുദ്ധീകരിക്കും. സഖറിയായുടെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം: പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറൂസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഈശോയുടെ തിരുഹൃദയം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മുടെ ഉള്ളിലുള്ള കറകളും കളങ്കങ്ങളും എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദാവീദ് ഭവനത്തെ അശുദ്ധിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന 3 വഴികൾ. ഒന്ന്, കർത്താവ് മിശിഹായുടെ കുരിശുമരണം ആണ്. ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ നമ്മെ വിശുദ്ധീകരിക്കുന്ന 2-ാമത്തെ വഴി എന്ന് പറയുന്നത് വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ തിരുവചനം: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഓരോ സമയവും നമ്മൾ വചനം കേൾക്കുമ്പോൾ വചനം കൊണ്ട് കഴുകി അവിടുന്ന് നമ്മെ വെണ്മയുള്ളവരാക്കുകയാണ്. 3-ാമതായി, ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നത് തൻ്റെ സാന്നിധ്യത്തിലൂടെയാണ്. നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവിടുന്ന് നമ്മളുടെ അടുത്തേക്ക് വരുമെന്ന് യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്. കർത്താവിലേക്ക് വരുവിൻ, അവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. പിശാചിനെ എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്നു, തൻ്റെ വചനം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്നു, തൻ്റെ കുരിശു മരണം കൊണ്ട് അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ പരിശുദ്ധമായ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങേ തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന തിരുച്ചോരയാൽ, തിരുജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കുരിശു മരണത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളെയും പരിശുദ്ധരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തോത്രം.
പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അശുദ്ധിയുടെ കറകളും കളങ്കങ്ങളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധരായി ജീവിക്കുന്നതിനുള്ള വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുടെ മാർഗങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുവാനും അങ്ങയുടെ തിരുമുഖം കാണുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.